വിഷു റിലീസ് എല്ലാം എത്തി. എവിടെ നോക്കിയാലും പ്രൊമോഷൻ, പ്രൊമോഷൻ ഫൈറ്റ്, പെയ്ഡ് റിവ്യൂ, അങ്ങനെ അങ്ങനെ അങ്ങ് പോകുന്നു. തിയേറ്റർ റെസ്പോൺസ് കണ്ട് പേടിച്ച് പലരും എല്ലാം സൂപ്പർ പടമാണെന്ന് പറഞ്ഞു. പലരെയും പറ്റിച്ചു. നമ്മളും ഇതൊക്കെ വിശ്വസിച്ച് തന്നെയാണ് കണ്ടത്. നമ്മുടെ കൂടെ ഇന്ന് 2 ആവറേജ് മാത്രം വരുന്ന സിനിമയും ഒരു പരാജയ ചിത്രവുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പരാജയം വേറെ ഒന്നുമല്ല, ജയ് ഗണേശാണ്. അർഹിച്ച വിധി തന്നെ. ഇത്രയും കാലമായിട്ടും ആക്ടിങ്ങിൽ യാതൊരു ഇമ്പ്രൂവ്മെന്റും വരുത്താത്ത നടനും, ചുമ്മാ ടെക്നിക്കൽ അറിവില്ലാതെ തട്ടിക്കൂട്ടിയ സ്ക്രിപ്റ്റും, ഓവർ ആക്ടിങ് ഇട്ട് വെറുപ്പിക്കുന്ന ക്യൂട്ട് ആക്ട്രസും. ചെറിയൊരു പടമല്ലേ, സീരിയൽ ലെവൽ മേക്കിംഗ് അല്ലേ, എങ്ങനെയാലും കണ്ടു തീർക്കാമെന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദന്റെ ആംഗ്രി സീൻസ് പരമ കഷ്ടം. പിന്നെ ഇമോഷണൽ സീൻസ്, അതൊന്നും പറയാനിരിക്കുമായിരിക്കും. മഹിമ നമ്പ്യാർ ദേഷ്യപ്പെട്ടാലും സെന്റി ആയാലും ചുമ്മാ ചിരിച്ച് ക്യൂട്ട്നെസ് കാണിച്ച് അതങ്ങനെ. ഏതായാലും വിഷുപ്പടക്കമായി മാറിയ ജയ് ഗണേശ് ഇത്രയ്ക്കിത്രയേ ഉള്ളൂ. പിന്നെ വന്നത് ഫാഫായുടെ ആവേശം. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ആവേശത്തോടെ തന്നെ കാണാൻ പറ്റും. ഒരേ ചിൽ വൈബ് മൂഡ്, യൂത്തിനെ ആഘോഷമാക്കാൻ പറ്റും. അതിനൊക്കെ റെസ്പോൺസും കിട്ടുന്നുണ്ട്. ഫഹദ് അന്യായ എനർജറ്റിക് ആണ്. പടം മുമ്പോട്ട് കൊണ്ടുപോകുന്നു അങ്ങേര് തന്നെ. പിള്ളേർ കുറച്ച് വെറുപ്പീരാവും, എന്നാലും ഫാഫ അതൊക്കെ മാനേജ് ചെയ്യും. ക്ലൈമാക്സ് ഒരു അട്ടിപ്പൻ ഫൈറ്റ് ഉണ്ട്. ഷമ്മി ഫഹദിനെ വിട്ടു പോകാത്തതാണോ എന്ന് തോന്നുന്നു ചിലപ്പോൾ. വലിയ സ്റ്റോറിയോ ഒന്നുമില്ലാതെ ഒരു കോമഡി ട്രാക്കിൽ വന്ന് ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ പോകുന്നു. എല്ലാ പ്രേക്ഷകർക്കും പറ്റിയ പടമല്ല, ഓൺലി ഫോർ യൂത്ത്സ്. ഇനിയാണ് നമ്മുടെ വിനീതേട്ടൻ്റെ വർഷങ്ങൾക്ക് ശേഷം. സ്റ്റാർട്ടിങ് ധ്യാനിനെ കുഞ്ഞിരാമായണത്തിലെ പൊട്ടൻ ലാലു ആക്കിയതിനു ശേഷം ഇങ്ങേര് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് എന്നൊക്കെ കാണിച്ച് ട്രാക്കിലേക്ക് കയറുന്നു. ശേഷം പ്രണവ് വന്നപ്പോഴേക്കും വിനീതേട്ടൻ ട്രാക്ക് തന്നെ വിട്ട് പ്രണവ് ഒരു സംഭവമാണ്, പഴയ ലാലേട്ടനാണ് എന്ന് കാണിക്കാൻ പെടുന്ന പെടാപ്പാടുകളാണ് കണ്ടുവരുന്നത്. യാതൊരു അർത്ഥവുമില്ലാത്ത പാഴ്വേല, എന്തിനെന്ന് പോലും അറിയാത്ത ക്രിഞ്ച് ക്യാരക്ടർ കല്യാണി പ്രിയദർശൻ, ക്ലീഷേ ഡബ്ബിങ്. ഇവരെയൊക്കെ എന്തെങ്കിലും ആക്കാതെ വിനീതേട്ടൻ വിടുന്ന മട്ടില്ല. ഒരു പ്രേക്ഷകനായി നോക്കുമ്പോൾ പ്രണവിനേക്കാൾ എത്രയോ മുകളിലാണ് ധ്യാൻ. യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ വിൻറ്റേജ് ലാലേട്ടൻ കളിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ പ്രണവിനെ അങ്ങനെയൊക്കെ ആക്കാൻ ശ്രമിക്കുന്നു. ഒന്നേ പറയാറുള്ളൂ, തുമ്പിയെ കൊണ്ട് കല്ലും മണ്ണും സിമെൻറ്റും കോരിച്ചാലും രക്ഷയില്ല. അത്യാവശ്യം നല്ല ലാഗ്, ക്രിഞ്ചൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും. വെറുപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആവർത്തന വിരസത, സിനിമയ്ക്കുള്ളിലെ സിനിമ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നിവിൻ്റെ കോമഡികൾ, അജു, ബേസിൽ അവരൊക്കെ ഓക്കെയാണ്. ഏജ്ഡായി പ്രസൻറ്റ് ചെയ്യുമ്പോഴും ധ്യാൻ ഓക്കെ, പക്ഷെ ഫാൻസി ഡ്രസ് ഫീലുണ്ട്. പ്രണവിനെ പിന്നെ ആ സൈഡിലേക്ക് ഒന്നും നോക്കുകയും വേണ്ട, പ്രതീക്ഷിക്കുകയും വേണ്ട. എന്തിനാണ് എന്ന് പോലും അറിയാത്ത ആസിഫ് അലിയുടെ ഗസ്റ്റ് റോൾ. ഒരുവിധം പടം ട്രാക്കിൽ കയറി സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോൾ അതാ വീണ്ടും വിനീതേട്ടൻ്റെ പ്രധാന കർത്തവ്യം. നീ എടുത്ത ലാലേട്ടൻ, അഥവാ ഇപ്പോൾ തന്നെ അങ്ങനെയാണെന്ന തരത്തിലൊരു ഡയലോഗ്. വിനീത് മോശം ഡയറക്ടറല്ല, വർഷങ്ങൾക്ക് ശേഷം സിനിമയും അത്ര മോശമല്ല. ചിലരെയൊക്കെ വളർത്തിയേ പറ്റൂ എന്ന ലക്ഷ്യം മാറ്റിവെച്ച് സിനിമയിൽ ശ്രദ്ധിച്ചാൽ ജേക്കബിൻ്റെ സ്വർഗരാജ്യമൊക്കെ പോലത്തെ എല്ലാവരും അംഗീകരിക്കുന്ന സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും. ഹൃദയമൊക്കെ പോലെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ ശ്രമിക്കാം നമുക്ക്.